ബഹുമാനപ്പെട്ട ഉസ്താദുമാരെ, സ്നേഹനിധികളായ എൻ്റെ വർണ്ണശലഭങ്ങളെ, അസ്സലാമു അലൈക്കും. നിങ്ങൾക്കെല്ലാവർക്കും കഥകൾ കേൾക്കാൻ ഇഷ്ടമാണോ? എന്നാൽ അൽഫെസ്റ്റിൻ്റെ ഈ സുന്ദരമായ വേദിയിൽ നിങ്ങളോടൊരു കൊച്ചു കഥ പറയാം. ശ്രദ്ധിച്ച് കേൾക്കണേ. കുറച്ചു നേരം നിങ്ങളുടെ കണ്ണ് കാത് ഇങ്ങോട്ട് തിരിക്കണേ. ഹിജ്റ 6-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഒരു വലിയ മഹാന്റെ കഥയാണിത്. എൻ്റെ കഥയുടെ പേര് ഹബീബിന് എന്തു പറ്റി. അതാ കഅബയുടെ പരിസരത്തൊരാൾക്കൂട്ടം. അവയുടെ ഒരു ഗംഭീര പ്രസംഗം നടക്കുകയാണ്. പ്രഭാഷകൻ ആരാണെന്നറിയാമോ? മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. മുസ്ലിങ്ങൾ വെറും 38 പേര് മാത്രമുള്ള സമയമാണിത്. മക്കയിലെ ഖുറൈശികളെ തന്നിലേക്ക് ക്ഷണിക്കുകയാണ് സിദ്ദീഖ് തങ്ങൾ. പ്രസംഗം കേട്ട് കലിമുത്ത ശത്രുക്കളിലെ കുത്തുബ എന്ന ദുഷ്ടൻ സിദ്ദീഖ് തങ്ങളുടെ മുഖത്ത് ആണി തറച്ച് ചെരുപ്പെടുത്ത് ആനടിച്ചു. അതിൻ്റെ ഊക്കിൽ സിദ്ദീഖ് തങ്ങൾ ബോധം കെട്ടുവീണു. വിശ്വാസത്തിൻ്റെ വെളിച്ചം ജ്വലിച്ചു നിൽക്കുന്ന ആ സുന്ദരമായ മുഖം വികൃതമായി. എല്ലാവരും മരിച്ചുപോയി എന്ന് കരുതി ഉറ്റവർ തങ്ങളൊരെ വാരിയെടുത്ത് വീട്ടിലേക്ക് കൊണ്ടുപോയി. അവിടത്തെ ഉമ്മയും ഉപ്പയും ഒക്കെ വിളിച്ചു നോക്കി. വിളി കേൾക്കുന്നേ ഇല്ല. വൈകുന്നേരമായപ്പോൾ ബോധം തെളിഞ്ഞു. ഉടനെ ചോദിച്ചു, എൻ്റെ ഹബീബ് എവിടെ? എൻ്റെ ഹബീബിന് എന്തു പറ്റി? വേജാറോടെ നോക്കി നിൽക്കുന്ന കുടുംബക്കാർക്ക് അതത്ര രസിച്ചില്ല. നീ എന്തെങ്കിലും ഭക്ഷണം കഴിക്ക്, ബാക്കിയൊക്കെ പിന്നെ നോക്കാം. അവർ പലതും പറഞ്ഞു നോക്കി. മകൻ സമ്മതിച്ചില്ല. ഇല്ല, എൻ്റെ ഹബീബിനെ കാണാതെ ഞാൻ ഭക്ഷണം കഴിക്കില്ല. അവസാനം മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദാറുൽ അർഖമിൽ സുരക്ഷിതരായി ഉണ്ടെന്ന് വിവരം കിട്ടിയതോടെ തങ്ങളോരെ അങ്ങോട്ട് എടുത്തു കൊണ്ടുപോയി. അവിടുന്ന് കാര്യങ്ങൾ അന്വേഷിച്ചു. നിനക്ക് ചെറിയ മുറി മാത്രമേ ഉള്ളൂ, അങ്ങക്ക് എന്തെങ്കിലും പറ്റുമോ? അതാണപ്പോൾ മഹാന്റെ ചോദ്യം. നോക്കൂ കൂട്ടുകാരെ, സ്നേഹത്തിൻ്റെ കിതാബിൽ അത്യാർക്കും എഴുതി ചേർക്കാത്ത വിധം അലിഞ്ഞു ചേർന്ന ഹബീബിൻ്റെയും മഹബൂബിൻ്റെയും ആ ജീവിതം എന്ത് സുന്ദരമാണ്. അവരെ പോലെ നമ്മുടെ ഹബീബിനെയും പ്രിയമാക്കാൻ അല്ലാഹു തആല തൗഫീക്ക് നൽകട്ടെ. ഇത്തരം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ കൊച്ചു കഥ അവസാനിപ്പിക്കട്ടെ. അസ്സലാമു അലൈക്കും.